നടിപ്പിൻ നായകൻ സൂര്യ നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഒരു സർപ്രൈസ് സംഭവമായിരുന്നു. പുള്ളി ഒരു തെലുങ്ക് ഡയറക്ടറിൻ്റെ കൂട്ടത്തിൽ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അതിൻ്റെ ഒരു പോസ്റ്റർ വരും അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നില്ല. കുറച്ച് നാൾ മുമ്പ് അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിരുന്ന ഒരു കുട്ടീനെ നമ്മുടെ കങ്കാരു ബാഗിൻ്റെ അകത്തൊക്കെ ഇട്ട് നിൽക്കുന്നതായിട്ട് സിമ്പിൾ സാധനം. വെങ്കി അറ്റ്ലൂരിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു പ്രോപ്പർ തെലുങ്കിൽ വരുന്നൊരു സിനിമ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോ ലിംഗിലാണോന്ന് അറിയത്തില്ല. മേ ബി തമിഴിലും കൂടി സൈമൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്തൊരു സിനിമയാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വാരിസൊക്കെ പോലെ തെലുങ്ക് ഡയറക്ടർ വന്ന് തമിഴിൽ ചെയ്യുന്നൊരു സിനിമയാണോ അത് പ്രോപ്പർ തെലുങ്ക് സിനിമയാണോ എന്നുള്ളതും അതിനൊരു വ്യക്തത എനിക്ക് അറിയില്ല സീരിയസ്ലി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ്, ഇങ്ങനൊരു സിനിമ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയൊരു സമയത്താണ് ഇന്നലെ ഞാൻ നമ്മുടെ ഒരു കസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ടൗണിൽ പോവുകയും ഒരു AC വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേൾക്കുന്നു. ഒരു TV-യിലൊരു ട്രെയിലറോ മറ്റോ എന്തോ ഓടുന്നതായിട്ടൊരു സൗണ്ട് കേൾക്കുന്നു. ഞാൻ TV-യുടെ സെക്ഷനിലേക്ക് നടന്നു പോയി. ഇത് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പോയി നോക്കിയപ്പം നല്ല പരിചയമുള്ള സൂര്യയുടെ ടൈപ്പ് ഒരു വോയിസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതേതാ ഇത്ര നാൾ കേൾക്കാത്തൊരു വോയിസ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോയി ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ടീസറോ ട്രെയിലറോ എന്തോ ഒരു സാധനം. ഞാൻ ഓർത്തേടാ ഇതിനെപ്പറ്റി ഒരു ന്യൂസും വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ഒന്നും ഇതിനെപ്പറ്റി ഒരു ട്രെയിലറോ ടീസറോ എന്തെങ്കിലും റിലീസാകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ അറിഞ്ഞില്ല. ഇൻസ്റ്റഗ്രാമിൽ സാധാരണ രീതിയിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് എന്തെങ്കിലും ഒന്ന് വരേണ്ടതാണ്. പക്ഷെ ഒരു അപ്ഡേഷനും എനിക്ക് കിട്ടിയില്ല. ഇനി ബാക്കി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. പിന്നീട് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു ടീസർ റിലീസായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ഭയങ്കര നിരാശ ഫീൽ ചെയ്തു. കാരണം സൂര്യയെപ്പോലൊരു ആക്ടറിന് കിട്ടേണ്ട ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ഒന്നും കിട്ടാതെ ഒരു ട്രെയിലർ ഇറക്കുക, ടീസർ ഇറക്കുക എന്ന് പറയുന്നത് ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാനോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്റ്റിൽ എനിക്ക് ഭയങ്കര നിരാശനാണ്. ഇങ്ങനൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ആ ഒരു സ്റ്റാർ വാല്യൂ, ആ വാല്യൂവിന് ബഹുമാനം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫാൻസിന് ബഹുമാനം കൊടുക്കുക, അവരോടൊന്നും അനൗൺസ് ചെയ്യുക ഇത് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ ആഘോഷിക്കൂ എന്നൊക്കെ എന്തെങ്കിലും പറയാം. എല്ലാവരും ഒന്ന് ആഘോഷിക്കട്ടെ. അതോ ഈ സൈലൻ്റായിട്ട് വന്ന് ഹിറ്റ് അടിപ്പിക്കാനുള്ളവർ ആ ഒരു സ്റ്റേജ് അല്ല അവർക്കൊക്കെ ഉള്ളത്. അവർക്കൊരു സ്റ്റാറുടെ ഒരു പൊസിഷനുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഈ പ്രൊഡക്ഷൻ ടീം അടക്കം ബിഹേവ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിത്താര പ്രൊഡക്ഷൻസോ സംതിങ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ടീസർ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കുട്ടി ഇത് കണ്ട് എൻ്റെ അത് നമിത പ്രമോദിനെ കൂടി നേരത്തെ ഞാൻ നമിത പ്രമോദ് എന്നാണ് പറഞ്ഞത്, അത് മമിത ബൈജു തന്നെയാണ് പറഞ്ഞത്. കണ്ടപ്പം എനിക്ക് മനസ്സിലായി സംഗതി ഇത് ടീസറാണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് കാണാതെ ഞാൻ അവിടെ നിന്ന് അങ്ങ് മാറുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് സൈഡിൽ കിടക്കുന്ന ഹൈപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് കൊടുക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. വെൽക്കം ടു സിനി പീഡിക. ടീസർ റിലീസായിട്ട് ഇപ്പം ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. അതിൻ്റെ തമിഴ് വെർഷൻ ടീസർ അതിൻ്റെ അകത്തുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, അങ്ങനെ പല ലാംഗ്വേജിൽ ഇവർ റിലീസാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം എന്തായാലും നമുക്കത് കണ്ടതിന് ശേഷം ബാക്കി കാര്യം സംസാരിക്കാം. വിശ്വനാഥ് ആൻഡ് സൺസ് ടീസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1 മിനിറ്റും 44 സെക്കൻഡും ഉണ്ട്. GV പ്രകാശാണ് മ്യൂസിക്. ദിസ് ജൂലൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ജൂലൈയിൽ റിലീസ് ഉണ്ടാവും. അപ്പം നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. சஞ்சய் விஸ்வநாத் இது வரைக்கும் எத்தனையோ பிஸ்டல் காம்படிஷன்ஸ்ல ஜெயிச்சிருக்காரு. சஞ்சய் கண் பார்வைக்கு 20ல இருக்கிற ஃபிட்னஸ் 40 தாண்டினா சூர்யா 40 കഴിഞ്ഞൊരു മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, മമിത ബൈജു. നേരത്തെ ഞാൻ നമിത പ്രമോദ് എന്നാണ് പറഞ്ഞത്, അത് മമിത ബൈജു തന്നെയാണ് പറഞ്ഞത്. എന്തായാലും മമിത ബൈജു.
நம்மளை விட பெரிய ஆள் இருக்காங்கன்னு காட்டுவான். ഒരു സിമ്പിൾ ഫാമിലി പടമാണ്. எங்க இருந்துடா இவளை புடிச்சிட்டு வந்த? ഇതിൻ്റെ സ്റ്റോറി ലൈനെ പറ്റി ഞാനിങ്ങനെ കേട്ടിരുന്നു. സംഭവം തന്നെയാണ്. ரொம்ப ஒட்டாத, அப்புறம் கஷ்டமா இருக்கும். இவ்வளோ 20 வயசு சின்னவா? எனக்கு ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். ப்ளீஸ் நீ ஒரு சொடுக்கு போட்டுனா உன் வயசு பசங்க நீ நான் வந்து விழ போறாங்க. வேணும்னா இன்னும் 4 சொடக்கு போடுறேன். நீ விழு போதும். വിശ്വനാഥൻ സൺസ്. നെറ്റ്ഫ്ലിക്സ് ആണ് പടം എടുത്തിരിക്കുന്നത്. ആദിത്യ മ്യൂസിക്കിനാണ് ഓഡിയോ റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. നൈസ്. സംഗതി ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടമാകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനെ പറ്റി നേരത്തെ ഒരു ചെറിയ റൂമർ കിട്ടിയിരുന്നു. കാരണം 40+ ആയിട്ടുള്ള ഒരാളും 20+ സംതിങ് ഉള്ള ഒരു പെൺകുട്ടിയും തമ്മിലുണ്ടാകുന്ന ഒരു പ്രണയമാണ് മെയിൻ സബ്ജക്റ്റ് എന്നിങ്ങനെ കേട്ടിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ടീച്ചറും പറഞ്ഞിരിക്കുന്നത്. 40+ ആയിട്ടുള്ള ഒരാളെ ഒരു 20+ ആയിട്ടുള്ള ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നതും തുടർന്നുണ്ടാകുന്ന അവരുടെ ലൈഫ് ജേർണിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എൻ്റെ സൺസ് എന്ന് കൊടുത്തത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് സിനിമ കണ്ടാലേ ചിലപ്പം നമുക്ക് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ടീസർ കണ്ടിട്ട് എനിക്കൊരു ഫീൽ ഗുഡ് സിനിമയായിട്ടും ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഒരു പ്രൊജക്റ്റായിട്ടും എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. സൂര്യയുടെ സൈഡിൽ നിന്നൊരു ലൈറ്റ് ഹാർട്ടഡ് ഒരു സിമ്പിൾ ഒരു പടമാവാൻ സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. മേ ബി അത് നല്ലൊരു പോസിറ്റീവ് സൈൻ കൂടിയാണ്. കാരണം വലിയ ആഡംബരമല്ലാത്ത വളരെ സിമ്പിൾ സിനിമകൾ ചെയ്യുന്നതും ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇതൊരു വലിയൊരു ഹിറ്റായി മാറട്ടെ. ഇത്ര നാളും സൂര്യ കാത്തിരുന്നൊരു കംബാക്ക് ഈ സിനിമയിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കറുപ്പ് എന്ന് പറയുന്ന സിനിമ ഇതുവരെയും അതിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. എന്നാണ് റിലീസാകാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. എന്തായാലും ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.